ഒരു സ്ഥാനത്തേക്കും കണ്ണു വെക്കുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. എന്നും അതെ, പാർട്ടിയിലെ എല്ലാ പ്രവർത്തകരും നേതാക്കളും എന്നോടൊപ്പം തന്നെയാണ്. ഞാൻ അവരോടൊപ്പമാണ്. അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അതുകൊണ്ടാണ് എവിടെ ചെന്നാലും ജനങ്ങൾ തടിച്ചുകൂടുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എതിരാളികളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ഒക്കെ ആ വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാറുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, UDFനെ ശക്തിപ്പെടുത്തുക. ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെ വോട്ട് വാങ്ങിച്ചൊരു പാർട്ടിയാണ് CPM. മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡ് കളിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ലീഗിനെ ആക്രമിക്കുക, അതുവഴി ഹിന്ദു വോട്ടുകൾ കിട്ടുമോ എന്ന് നോക്കുക, ഒരു പരീക്ഷണമാണ്. CPM-ഉം മുഖ്യമന്ത്രിയും എപ്പോഴും സമുദായങ്ങളെയും സമൂഹങ്ങളെയും തമ്മിലടിപ്പിക്കുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബ്രാൻഡിങ്ങിനായി വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു സമയമാണിത്. ആ ഒരു സമയത്ത് 2026 ലക്ഷ്യമിട്ട് കരുത്തുറ്റ കരുനീക്കങ്ങളുമായി വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. ഒരിക്കൽ തന്നെ നായർ ബ്രാൻഡാക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷുഭിതനായ ശ്രീ രമേശ് ചെന്നിത്തല വർഷങ്ങൾക്ക് ശേഷം NSSന്റെ ആസ്ഥാനത്തേക്ക് എത്തുന്നു. NSS ഒരു മതേതര ബ്രാൻഡാണെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്നു. താങ്കളെ NSSന്റെ പുത്രനായിട്ട് അവരും വിശേഷിപ്പിക്കുന്നു. എങ്ങനെയാണ് ആ മഞ്ഞുരുകൽ സംഭവിച്ചത്? ആരാണ് അതിന് മുൻകൈയെടുത്തത്? നമ്മളെ എല്ലാ സമുദായ സംഘടനകളുമായും വ്യക്തികളുമായും ദീർഘകാലത്തെ എൻ്റെ പൊതുജീവിതത്തിനിടയിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യമാണ്, NSS നേതൃത്വമായി കഴിഞ്ഞ 10-11 വർഷക്കാലമായി എനിക്ക് കുറച്ച് അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എല്ലാ കാലത്തും എല്ലാവരോടും അങ്ങനെ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് നേരിട്ട് NSS ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് അവസാനം കുറിച്ചത്. അതുപോലെയാണ് SNDP ജനറൽ സെക്രട്ടറിയുമായിട്ടും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ടും മുസ്ലിം സംഘടനാ നേതാക്കന്മാരുമായും അവരുടെ മേലധ്യക്ഷന്മാരുമായിട്ടും പട്ടികവർഗ വിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവരുമായും നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഇത്തരം ഘടകങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടത് ഒരാവശ്യമാണ്. ഞാൻ നിരവധി 2 തവണ MLA, ഞാൻ പൊതുജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ അവരുമായി നല്ല ബന്ധം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ബന്ധമുണ്ടായത് എന്നുള്ളതാണ് സത്യം. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് താങ്കൾ മന്ത്രിയാകുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ഈ ഒരു NSS ബന്ധം അല്ലെങ്കിൽ ഒരു നായർ ബ്രാൻഡ് അത് തടസ്സമാകുമെന്ന ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയോ താങ്കൾക്ക് ഉണ്ടായിരുന്നോ? അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. ഇനി അതിലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമൂഹങ്ങളുമായും എല്ലാ സമുദായങ്ങളുമായും അതിൻ്റെ മതമേലധ്യക്ഷന്മാരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കും. ഞാനൊരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി എപ്പോഴും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നൊരു പാർട്ടിയാണ്. എല്ലാ സമൂഹങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന പാർട്ടിയാണ്. അത് ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഒരു കറതീർന്ന കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അവരെ എല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ദൗത്യം ഞാൻ നിറവേറ്റുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് തന്നെ ഗുണമാണ്. പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കറ തീർത്ത കോൺഗ്രസ്സുകാരനായിട്ട് അല്ലെങ്കിൽ ആരുടെയും ഒരു ഇമേജിൽ ഒതുങ്ങാതെ ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ പുതിയ സമവാക്യങ്ങളിലേക്കുള്ള താങ്കളുടെ കടന്നുവരവാണ് ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ട്. അതിനോട് എന്താണ് മറുപടി പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പൊതു ജീവിതത്തിൽ നിൽക്കുമ്പോൾ വിമർശനത്തിന് വിധേയരാണ്. എന്നെ വിമർശിക്കുന്നതിനോട് എനിക്കൊരു പരാതിയില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എതിരാളികളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ഒക്കെ ആ വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാറുണ്ട്. അതൊന്നും എൻ്റെ പൊതുജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ തടസ്സമായിട്ടില്ല. ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിനകത്ത് നാളെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയോ ഏതെങ്കിലും അധികാരത്തിന് വേണ്ടിയോ അല്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ എനിക്ക് ഈസിയായിട്ടൊന്ന് മന്ത്രിയാകാമായിരുന്നു. പക്ഷെ അതിനെനിക്ക് ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ വെളിപ്പെടുത്തും. ആരാണ് ശരിക്കും താങ്കൾ അങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചത്? അല്ല, അതൊക്കെ പിന്നീട് പറയേണ്ട കാര്യം. അത് ഞാൻ ഇതുവരെ ആരോടും പറയാത്ത കാര്യമാണ്.
അതിപ്പോൾ പറയേണ്ട സാഹചര്യമൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞു പോയ കാലമാണ്. ഈ UDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ട്. അവരുടെയും കൂടിയൊക്കെ ഒരു പൊതുസമ്മതനായിട്ടുള്ള ആളെയാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, UDFനെ ശക്തിപ്പെടുത്തുക. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി പഞ്ചായത്ത് സംവിധാനങ്ങൾ നേടുക. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞാണ് പിന്നെ പാർട്ടി നേതൃത്വവും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളിതെല്ലാം പറയുന്നത്. ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ച വളരെ പ്രീമച്യൂറാണ്. ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് VD സതീശനും അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലും ഒക്കെ കണ്ണുവച്ചിരിക്കുന്ന ആ ഒരു കസാരയിലേക്ക്, ആ റേസിലേക്ക് താങ്കളും ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്നുള്ളതിനെ താങ്കൾ തള്ളുകയാണ്. ഞാൻ ആരെയും ഒരു സ്ഥാനത്തേക്കും കണ്ണുവെക്കുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. എന്നു മുതൽ ഞാൻ കഴിഞ്ഞ 4 വർഷമായും പ്രത്യേകിച്ചും പ്രത്യേക സ്ഥാനങ്ങളൊന്നുമില്ല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, എല്ലാ വർത്തമാനകാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ഇടപെട്ട് സംസാരിക്കുന്ന ആളാണ്, ഇടപെടുന്ന ആളാണ്. എവിടെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുന്ന ഒരാളാണ്. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അത് സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നെ പോലെ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുള്ള വേറെ ആളുമില്ല. അതുകൊണ്ട് അതൊന്നും പരാതിയുള്ള ആളല്ല. താങ്കൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളാണ്. താങ്കൾ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം ശക്തവുമായിരുന്നു. അപ്പം ആ ആരോപണങ്ങൾക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടോ ബാലിശമായത് കൊണ്ടോ അല്ല താങ്കൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് പിന്നീട് വരാതെ പോയത്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അതൊക്കെ പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. എനിക്കൊരു പരാതിയുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് എനിക്കുള്ളത്. ഞാൻ ആരോടും അങ്ങനെ പരിഭവം കാണിക്കുന്ന ഒരാളല്ല. എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് പാർട്ടിയിൽ ശത്രുക്കളില്ല, പുറത്ത് ശത്രുക്കളില്ല. നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രവർത്തിക്കാനുള്ളതാണ്. എന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും ഞാൻ നിർത്താറുണ്ട്. കേരളത്തിലാണേലും കേരളത്തിന് പുറത്താണേലും. പ്രതിപക്ഷ നേതാവ് സ്ഥാനം കഴിഞ്ഞ് മാറിയ ശേഷം എന്നെ ആദ്യം ഏൽപ്പിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. എൻ്റെ ചുമതലയാണ് തമിഴ്നാട്ടിൽ എനിക്ക് ഫുൾ ചാർജ് ഉണ്ടായിരുന്നതാണ് 10-15 വർഷം മുമ്പ്. ഞാനത് സ്വീകരിച്ചു. ഗുജറാത്തിലെ എന്നെ ഇലക്ഷൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനാക്കി, അത് ഞാൻ നിർവഹിച്ചു. ഇപ്പം മഹാരാഷ്ട്ര ചുമതല ഞാൻ നിർവഹിച്ചു. അപ്പം പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും എൻ്റെ കഴിവുകൾക്കനുസരിച്ച് പരമാവധി പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. അതിനകത്ത് എനിക്കൊരു ഒരു തടസ്സവുമില്ല. അത് നമ്മുടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ സമൂഹത്തിനും നാടിനും വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. 2021 പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ശ്രീ VD സതീശൻ വന്നതോടുകൂടി ഗ്രൂപ്പിൽ കാര്യമായ കൊഴിഞ്ഞുപോക്കുകളൊക്കെ ഉണ്ടായി എന്നുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം പാർട്ടിയിൽ ശക്തമായൊരു വിഭാഗം ഇല്ല എന്നുള്ള വിമർശനങ്ങൾ താങ്കൾ എങ്ങനെയാണ് നോക്കി? ഒരിക്കലും ശരിയല്ല. പാർട്ടിയിലെ എല്ലാ പ്രവർത്തകരും നേതാക്കളും എന്നോടൊപ്പം തന്നെയാണ്. ഞാൻ അവരോടൊപ്പമാണ്. അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അതുകൊണ്ടാണ് എവിടെ ചെന്നാലും ജനങ്ങൾ തടിച്ചുകൂടുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ സ്നേഹം, അതാണ് വലുത്. പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സജീവമായൊരു കാലമല്ല. അതുകൊണ്ട് ഞാൻ അത്തരം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നുമില്ല. കാരണം അതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, പ്രവർത്തകർക്കുള്ള സ്നേഹം, അത് ആര് വിചാരിച്ചാലും മാറ്റി നിർത്താൻ കഴിയുന്നു. NSS, SNDP, ലീഗ്, സമസ്ത അങ്ങനെ എല്ലാവർക്കും പൊതു സ്വീകാര്യനായി മാറിയിട്ടുണ്ട് താങ്കൾ. അപ്പം പുറത്തുനിന്ന് പല തരത്തിലുള്ള പിന്തുണകൾ ആർജിച്ചുകൊണ്ട് ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, ഇനി പാർട്ടിക്കകത്തുള്ളവർക്ക് കൂടി വരാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാം? പാർട്ടിക്കകത്തുള്ളവരെല്ലാം എൻ്റെ കൂടെ തന്നെയാണ്, സംശയം. ഞാൻ അവരുടെ കൂടെയാണ്. എൻ്റെ പാർട്ടിയല്ലേ. ഞാൻ കുട്ടിക്കാലം മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി കേരളം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിന് എന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ പറഞ്ഞ എല്ലാ സമൂഹങ്ങളുമായിട്ട് എത്രയോ വർഷത്തെ ബന്ധമാണ് എനിക്ക്. എത്രയോ കാലഘട്ടങ്ങളിലൂടെ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേകത കാണണ്ട. ഞങ്ങളെല്ലാവരും പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കണ്ടെത്തുക എന്നുള്ളതാണ് ദൗത്യം. ആ വിജയത്തിൽ എൻ്റെ ഒരു പങ്ക് നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്.
ആ പങ്ക് ഞാൻ നിർവഹിക്കും. കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി എന്നൊരു നേതാവുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വാക്ക് അത് അവസാന വാക്കായിട്ട് കാണുന്ന പ്രവർത്തകരുണ്ട്, അതേപോലെ തന്നെ അണികളുമുണ്ട്, നേതാക്കളുമുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഞാനാണ് നേതാവ് എന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. പലരുടെ ഭാഗത്തു നിന്നും അത്തരം പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് ശരിക്കും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണോ? പാർട്ടി എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന പാർട്ടിയാണ്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഞാൻ 9 വർഷം KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. എല്ലാവരെയും യോജിപ്പിച്ചും എല്ലാവരെയും സഹകരിപ്പിച്ചും പോകുമ്പോഴാണ് പാർട്ടി ശക്തിപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് പാർട്ടിക്ക് വേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇപ്പോൾ ഉള്ള ഈ ഭിന്നതകൾ അത് മാറേണ്ടതാണ്. ഭിന്നതകളൊക്കെ നിങ്ങൾ ഈ പറയുന്നത്ര ഭിന്നതകളൊന്നുമില്ല. പക്ഷേ എല്ലാവരും ഒരുമിച്ച് യോജിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഉണ്ടാകും. അതുതന്നെയാണ് പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇപ്പം കഴിഞ്ഞുപോയ 2 ഉപതെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് ആയാലും നിയമസഭയായാലും, ഇപ്പം നേരത്തെ ജയിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം കൂടിയതല്ലാതെ ചേലക്കര പോലുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. എന്താണ് അവിടെ ഉണ്ടായത്? അതൊരു സംഘടനാ തരത്തിലുള്ള ഒരു പാളിച്ചയാണോ, അതോ ഭരണവിരുദ്ധ വികാരം അതിനെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാഞ്ഞതാണോ? എന്താണ് സംഭവിച്ചത്? എന്താണ് കേരളത്തിൽ ചില കോൺസ്റ്റിറ്റ്യൻസികളുണ്ട് കാലാകാലങ്ങളായി CPM ജയിക്കുന്ന ചില കോൺസ്റ്റിറ്റ്യൻസികൾ. അത് നമുക്ക് അരൂർ നമ്മളങ്ങനെ പിടിച്ചെടുത്ത മണ്ഡലമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് ബുദ്ധിമുട്ട് വരും. കേരളത്തിലെ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നല്ല മുന്നേറ്റം, 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം, അത് ശരിയാണ്. 3ഉം കോൺഗ്രസിൻ്റെ സിറ്റിംഗ്, ഒന്ന് ഉമ്മൻചാണ്ടിയുടെ സീറ്റ്, PT തോമസിൻ്റെ സീറ്റ്, ഷാഫി പറമ്പിൻ്റെ സീറ്റ്, അത് 3ഉം നമ്മൾ നിലനിർത്തി. ചേലക്കര പിടിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടതാണ്. പക്ഷേ അത് വിജയിച്ചില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ പറ്റിയത് എന്നാണ് ഒരു വിമർശനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഉള്ളത്. അത് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം കൊണ്ടുണ്ടായ ഒരു വിജയമാണോ, അതല്ല എങ്കിൽ UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഇത് രണ്ടുമുണ്ട്. ഒന്ന്, ജനവിരുദ്ധമായൊരു ഗവൺമെൻറ്, കേരളം കണ്ട ഏറ്റവും വലിയ ജനവിരുദ്ധമായ ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ. 1ാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2ാം പിണറായി ഗവൺമെൻറ് ഒരു ദുരന്തമാണ്. നിങ്ങൾക്ക് ആ മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തിയാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പൊതുസമൂഹത്തിനെ സ്വീകരിച്ചാലും രണ്ടും ജനവിരുദ്ധമാണെന്ന് കണ്ടെത്താൻ കഴിയും. അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. രണ്ടാമത്തേത്, ഒറ്റക്കെട്ടായി ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒരുമിച്ചല്ലേ, ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. എല്ലാവരും ഒരുമിച്ചാണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ. പുതുപ്പള്ളിയാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ചേലക്കര, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. അത് രണ്ടും ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ആണ് അതിലൊരു കാരണമെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ലീഗ് അതിൽ എത്രത്തോളം ശക്തമായി ഒപ്പം നിന്നു? അതേപോലെ തന്നെ ഈ ജോസ് കെ മാണി വിഭാഗത്തിനൊക്കെ ഇപ്പോഴും മുനമ്പം വിഷയത്തിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു വോട്ട് പാറ്റേൺ ആയി മാറുന്നതിൽ UDF വിജയം കണ്ടോ? നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ കാണുന്നു? വിലക്കയറ്റം കൊണ്ടും വൈദ്യുതി ചാർജ് വർധന കൊണ്ടും ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തത് കൊണ്ടും അങ്ങനെ ഓരോ തലത്തിലുള്ള ഇവരുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ പാർട്ടിയും UDFും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യത്തിൽ UDF ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കും. അതായത് ഒരു വോട്ട് ബാങ്ക് പാറ്റേണിലേക്ക് UDFന്റെ സംഘടനാ സംവിധാനത്തെ മാറുന്നതിൽ ഇപ്പം തന്നെ ഒരു ബേസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുണ്ട്. അത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, CPMൻ്റെ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് UDF മുന്നേറ്റം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. പിന്നെ അമിത ആത്മവിശ്വാസം പാടില്ല. നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം, പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം എല്ലാവരും ചേർന്ന് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നായർ വോട്ട്, ഈഴവ വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില സമവാക്യങ്ങളും വോട്ട് ബാങ്കുകളും ഒക്കെയാണ്. അപ്പം ഈ പറഞ്ഞതിലെല്ലാം ഇപ്പോൾ താങ്കൾ ഒരു പൊതുസമ്മതനായിട്ട് വന്നിരിക്കുന്നു, എല്ലാവരുമായിട്ട് കണ്ടു, അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്തു തുടങ്ങി ഒരു സ്വീകാര്യത അവിടെ ഉണ്ട്. അപ്പം ഇനി ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെയും കൂടെ ഇങ്ങോട്ട് ചേർക്കാനായിട്ടുള്ള എന്തൊരു മൂവായിരിക്കും താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും? അല്ല, നിങ്ങൾ പറയുന്നത് കേട്ടാത്തോളം ഞാൻ 10-40 വർഷമായിട്ട് ഈ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ നിൽക്കുന്ന ആളാണ്. ഇവരോടെല്ലാം എനിക്ക് ഇവർ വിളിക്കുന്ന എല്ലാ പരിപാടിയും ഞാൻ ഈ പട്ടിക്കാട് തന്നെ ഞാൻ 4-5 തവണ പോയിട്ടുണ്ട് പരിപാടിക്ക്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എല്ലാവരും ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളുമായി കഴിഞ്ഞ ദിവസം മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ക്ലീമിസ് ബാബ തിരുമേനി വിളിച്ച പരിപാടി ഞാനുണ്ടായിരുന്നു. അവർ കാഞ്ഞിരപ്പള്ളി പിതാവ് വിളിച്ച പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാ തവണയും നടക്കുന്ന പരിപാടികളാണ്. അതിന് പുതിയ പരിവേഷം ചാർത്തേണ്ട ആവശ്യമില്ല.
എല്ലാവരുമായി നല്ല ബന്ധമാണ്. മുനമ്പം വിഷയം എടുക്കുകയാണെങ്കിൽ അത് വഖഫ് ഭൂമിയാണെന്നും അല്ലെന്നും രണ്ട് വാദങ്ങളുണ്ട്. അപ്പോൾ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് താങ്കൾക്ക് വേണമെങ്കിൽ ഒഴിയാം. പക്ഷേ അപ്പോഴും മുനമ്പം പ്രശ്നത്തിൽ ശരിക്കും വില്ലൻ ആരാണ്? അവിടെ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവരാണോ, അതല്ലെങ്കിൽ അത് മറച്ചുവിറ്റ ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് ആണോ? ഞാൻ ഇന്നലെ മുനമ്പത്ത് പോയിരുന്നു. ഞാൻ പോയത് എന്നോടൊപ്പം DCC നേതാക്കളും MLA-മാരും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് സംസാരിച്ചു, അവരെ കേട്ടു. ആ വിഷയം വളരെ മനുഷ്യത്വപരമായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. നൂറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ആളുകളെ പുറത്താക്കാൻ പറ്റില്ല, അവരവിടെ നിന്ന് ഓടിച്ചു വിടാൻ പറ്റില്ല. അതേസമയം ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് യഥാസമയം ഇടപെട്ട് ഇത് പരിഹരിക്കണമായിരുന്നു. ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നതോടോ എന്നതുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം. കേരള സമൂഹം പുരോഗമന സമൂഹമാണ്. ഇവിടെ പരസ്പരമുള്ള ഭിന്നതകൾ ഒഴിവാക്കുകയാണ് ആവശ്യം. അപ്പം ഞാൻ അതുകൊണ്ട് അവരോട് ഇന്നലെ ഉപദേശിച്ചു. ജസ്റ്റിസ് രവീന്ദ്രനാഥ് കമ്മീഷൻ വരുമ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം, നിങ്ങൾ കാര്യങ്ങൾ പറയണം. ന്യായമാണെങ്കിൽ അവർക്ക് അത് പരിശോധിക്കുമല്ലോ. അപ്പം ആ പ്രശ്നം കേരള ഗവൺമെൻറ് ഇടപെട്ട് രമ്യമായി പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഈ ഭൂമി മറച്ചുവിറ്റ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിലെ മുസ്ലിം പ്രമാണിമാർ അവർ കുറ്റക്കാരാണെന്ന് താങ്കൾ സമ്മതിക്കൂ? കമ്മീഷൻ വന്നല്ലോ, കമ്മീഷൻ അവരെ കേൾക്കട്ടെ. ഇന്നാണ് കമ്മീഷൻ വരുന്നത്. കേട്ട ശേഷം അവർ തീരുമാനമെടുക്കട്ടെ. ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. പ്രശ്നങ്ങളില്ലാതെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം UDF-ലെ പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിനകത്ത് തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഈ ജാമിയ നുരിയയുമായി ബന്ധപ്പെട്ട പരിപാടികളിലാണെങ്കിൽ പോലും വലിയൊരു വിഭാഗത്തിന് ഇങ്ങോട്ട് എത്തിക്കുന്നതിലൊക്കെ പ്രശ്നമുണ്ട്. അപ്പം ഇത് UDF-ന്റെ വോട്ട് ബാങ്കിനെ മൊത്തത്തിൽ ബാധിക്കും എന്നൊരു വിലയിരുത്തലുണ്ടോ? കേരളത്തിലെ ഏറ്റവും നല്ല കെട്ടുറപ്പുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പറഞ്ഞ് പരിഹരിച്ചോളും. അവർക്ക് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. പണക്കാട് തങ്ങൾ പറയുന്ന കാര്യങ്ങളിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വവും അണികളും ഒറ്റക്കെട്ടായി അണിനിരക്കും. മറ്റാരുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് 10 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യമുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും സുന്നി വിഭാഗത്തിനും മുജാഹിദ് വിഭാഗത്തിനും അതിനകത്ത് ആശയക്കുഴപ്പങ്ങളുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അപ്പം അത് UDF-നെ എങ്ങനെ വിലയിരുത്തുമെന്നാണ് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു ആത്മാർത്ഥമായ വിലയിരുത്തൽ? ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI വോട്ട് വാങ്ങിച്ചൊരു പാർട്ടിയാണ് CPM. അവർ കഴിഞ്ഞ 10-20 വർഷമായി അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു വരുന്നവരാണ്. ഇപ്പോഴവരിതൊക്കെ ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡ് കളിക്കാൻ വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് തിരിച്ചറിയാനുള്ള പക്വത മുസ്ലിം ലീഗ് നേതൃത്വത്തിനും മറ്റ് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇത് CPM ഉയർത്തിവിടുന്ന തീർത്തും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അവർ പ്ലാൻഡ് ആയിട്ട് വരികയാണ്. ലീഗിനെ ആക്രമിക്കുക, അതുവഴി ഹിന്ദു വോട്ടുകൾ കിട്ടുമോ നോക്കുക, ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞ തവണ അവർ ചെയ്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അത്തരം പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ കിട്ടുമോ എന്നൊരു പരീക്ഷണമാണ്. ഈ 2 പരീക്ഷണവും പരാജയപ്പെടാൻ പോവുകയാണ്. ഇതാണ് സത്യം. നേരത്തെ കേന്ദ്രം UDF ഭരിച്ചിരുന്ന ഒരു സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ എതിരായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ പറയുന്നത് അവരുടെ വോട്ട് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. എന്താണ് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് അതിനകത്ത് പറയാനുള്ളത്? ഒരാളുടെ വോട്ട് വേണ്ടെന്ന് UDF-ന് പറയാൻ പറ്റില്ല. ആരുടെ വോട്ട്? പിന്നെ ഞാൻ ചോദിക്കുന്ന അതാണ്, CPM ഇത്രയും കാലം അവരോടൊപ്പം നിന്നപ്പോൾ അവർക്ക് വർഗീയതയില്ലായിരുന്നു? അവരുടെ നയങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്നോ? അതൊന്നും പറയാതെ ഇപ്പം ഇവരെയൊക്കെ ആക്രമിക്കുന്നതിൻ്റെ കാരണം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ഹിന്ദു വോട്ട് നേടാനുള്ള ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ ആരും വീഴരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അങ്ങനെ ഒരു വർഗീയ കാർഡ് കളിക്കുകയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണോ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപകടകരമായ രാഷ്ട്രീയമാണ്. CPM-ഉം മുഖ്യമന്ത്രിയും എപ്പോഴും സമുദായങ്ങളെയും സമൂഹങ്ങളെയും തമ്മിലടിപ്പിക്കുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. തരം കിട്ടുമ്പോഴൊക്കെ അവരായിട്ട് കൂട്ടുകൂടുക. ഈ പറഞ്ഞിട്ടുള്ള സംഘടനകളുമായി ഏറ്റവും കൂടുതൽ കൂട്ടുകൂടിയിട്ടുള്ളത് CPM-ആണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയി പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി ജയിക്കാൻ വേണ്ടി SDP-യുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് അവരിൽ വർഗീയത കണ്ടെത്തുന്നത്, രാജ്യദ്രോഹം കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നത് കോൺഗ്രസ് വാങ്ങുന്നത് തെറ്റല്ല എന്നാണല്ലോ. അതല്ല, ഞങ്ങളതിനെപ്പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് പാർട്ടി കൂട്ടായി തീരുമാനിക്കേണ്ടതാണ് എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞത് CPM ഇപ്പോൾ എടുക്കുന്ന സമീപനം എന്തിനു വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഒരു വർഗീയ കാർഡ് തുടർന്നാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? അതിനെങ്ങനെയാണ് UDF പ്രതിരോധിക്കുക? UDF എല്ലാ മുന്നണികളെയും, എല്ലാ സമൂഹത്തെയും, സമുദായങ്ങളെയും, വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്നവരാണ്. ഞങ്ങൾ ആരെയും അങ്ങനെ മാറ്റി നിർത്തുന്നവരല്ല. ഇൻക്ലൂസീവാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ ഇൻക്ലൂസീവ് പൊളിറ്റിക്സുമായിട്ട് തന്നെ ഭാവിയിൽ മുന്നോട്ട് പോകും. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലൊക്കെ ചുമതലകൾ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് നിരീക്ഷകനായിരുന്ന സ്ഥലത്ത് പോലും ചില സമയങ്ങളിൽ മികച്ച തെരഞ്ഞെടുപ്പ് വിജയം കാഴ്ചവെക്കാനൊന്നും പറ്റിയില്ല എന്നൊരു വിമർശനങ്ങളൊക്കെ താങ്കൾക്കെതിരെ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരിയാണ്. ഇപ്പം ഗുജറാത്തിൽ എനിക്ക് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ചുമതലയായിരുന്നു. മഹാരാഷ്ട്രയിൽ പാർട്ടി ചുമതലയാണ്. തമിഴ്നാട്ടിൽ നല്ല വിജയമുണ്ടായി. തെലുങ്കാനയിൽ ഞാൻ പ്രചാരകനാണ്, അവിടെ വിജയിച്ചു. പക്ഷെ ഒരു കാര്യമാണ്, ഒരു നിരീക്ഷകൻ വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം ഒന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ശരത് പവാറും ഉദ്ധവ് താക്കറെയും ഉള്ള ഒരു മുന്നണിയാണ് കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ മത്സരിച്ചത്. 10 മാസം ഞാൻ കഠിനാധ്വാനം ചെയ്ത ഒരാളാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നല്ല വിജയമുണ്ടായി. 31-ൽ ചരിത്രത്തിലാദ്യമായി മഹാരാഷ്ട്രയിലെ ഏറ്റവും ഒന്നാം നമ്പർ കക്ഷിയായി കോൺഗ്രസ് വിജയിച്ചു. 48-ൽ 31 സീറ്റ് മഹാവികാസ് അഘാടി എന്ന മുന്നണി ജയിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ കൃത്രിമമാണ് ഉണ്ടായത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, EVM മെഷീൻ്റെ കുഴപ്പങ്ങൾ, മാത്രമല്ല ധാരാളം മതേതര വോട്ടുകൾ വെട്ടിമാറ്റിയ നടപടി, ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായത്. ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിച്ചിട്ടില്ല. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ശക്തമായ പ്രക്ഷോഭം അവിടെ നടക്കുകയാണ്. അപ്പം ഒരാൾ നിരീക്ഷകനാകുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക, പ്രവർത്തനം ശക്തമാക്കുക, പ്രവർത്തകരെ ആവേശഭരിതരാക്കുക. ഞാൻ 10 മാസം, ഞാൻ രാജ്യത്തോട് തുറന്നു പറയട്ടെ, ഇത്രയും കഷ്ടപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി. പക്ഷേ ഭരിക്കുന്ന പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനും കൂടി എല്ലാ കൃത്രിമവും ചെയ്താൽ എന്ത് ചെയ്യാൻ കഴിയും? ഏറ്റവും നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് അവിടെ നടന്നത്. അല്ലായിരുന്നെങ്കിൽ ഫലം തിരിച്ചാകുമായിരുന്നു. ഇതുപോലൊരു കാലത്തും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക, വോട്ടർമാരെ അനാവശ്യമായി അതിനകത്ത് 75 ലക്ഷം വോട്ടർമാരാണ് 1 മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്തതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ലാസ്റ്റ് 6 to 7. മാത്രമല്ല 45 ലക്ഷം വോട്ടർമാരെ 3 മാസം കൊണ്ട് ചേർത്തു എന്നാണ് പറയുന്നത്. ശരാശരി കണക്കെടുത്താൽ ഒരു 9 ലക്ഷത്തിലധികം 5 വർഷം കൊണ്ട് പോലും ചേർക്കാത്ത സംസ്ഥാനമാണ്. അങ്ങനെ വ്യാപകമായ മോഡിയുടെയും അമിത്ഷായുടെയും ഇടപെടൽ കൊണ്ടുണ്ടായ ഒരു പരാജയമാണ് അവിടെ. പക്ഷേ എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് മാത്രമായി ഒരു സംസ്ഥാനത്തിൻ്റെ, മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം തിരുത്തം മാറ്റാൻ കഴിയുമോ? ചില ആളുകൾ എന്നെ വിമർശിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഞാൻ വിജയിച്ചപ്പോൾ അവരാരും എന്നെ അഭിനന്ദിച്ചുമില്ല. അപ്പം ദോഷൈക ദൃക്കുകൾ നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായും സത്യസന്ധമായും നിറവേറ്റിയിട്ടുണ്ട്. എൻ്റെ പാർട്ടി നേതൃത്വത്തിന് അറിയാം ഞാൻ ചെയ്ത പ്രവർത്തനം എന്താണ് എന്ന് അവർക്കറിയാം. എങ്കിലും ആ പരാജയം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചെറിയൊരു നിരാശയുണ്ടാക്കിയത്? നിരാശയല്ല, എനിക്ക് ദുഃഖമാണുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം എവിടെയൊക്കെ പോകുന്നു? ഇനിയും ഈ എല്ലാ സംസ്ഥാനത്തും അവർ ചെയ്യില്ല, കേരളത്തിലും അവർ ചെയ്യില്ല. ഇവിടെ ജമ്മു കാശ്മീർ നമുക്ക് തന്നിട്ട് ഹരിയാന പിടിച്ചു, മഹാരാഷ്ട്ര എടുത്തിട്ട് ജാർഖണ്ഡ് തന്നു. ഇതാണ് അവരുടെ സ്റ്റൈൽ. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇവിടെയൊക്കെ ജയിച്ചല്ലോ, പിന്നെ എന്താ മഹാരാഷ്ട്ര? ഇത് തോന്നുന്നു. സെലക്റ്റീവായിട്ടുള്ള ഇലക്ഷൻ ക്രമക്കേടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലറ്റിലേക്ക് മടങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇന്ത്യൻ ജനാധിപത്യം ശക്തമാകണമെങ്കിൽ ബാലറ്റിലേക്ക് മടങ്ങണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അനൈക്യത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇനി തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്ന ഒരു സമയമാണ്.
വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങേണ്ടി വന്നാൽ ആ സ്ഥാനം സ്വീകരിക്കുമോ? അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്നത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കോൺഗ്രസ്സിനുണ്ടാകും. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷെ എല്ലാവരെയും യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങളിൽ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഈ സർക്കാരിനെതിരായ മുന്നേറ്റത്തിന്, ഈ സർക്കാരിനെതിരായ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാനുള്ളതാണ് എല്ലാ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചുമതല. അത് ഞങ്ങൾ നിറവേറ്റും എന്നാണ് എനിക്ക് പറയാം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങാൻ ഒരു അവസരം കിട്ടിയാൽ 9 വർഷം, നീണ്ട 9 വർഷം ഞാനിരുന്ന പോസ്റ്റല്ലേ, എന്തിനായിരുന്നു എന്നെ അങ്ങോട്ട് തിരികെ കൊണ്ടുവരാൻ രാജ്യം ആഗ്രഹിക്കുന്നു? 2025 ഒരു പുതിയ വർഷമാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ എത്തുന്ന ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.